പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, നമ്മൾ സൂറത്തുൽ ബഖറയിലെ 159 വചനമാണ് പഠിക്കുകയുണ്ടായത്. ഇനി അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ലഅനത്ത് ഏൽക്കാത്ത ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ് ഇവിടെ തുടർന്ന് പറയുന്നത്. അവരും പൂഴ്ത്തിവെപ്പ് നടത്തിയിരുന്നു, അവരും മറച്ചു പിടിച്ചിരുന്നു, അവരും തമസ്കരിച്ചിരുന്നു. സാക്ഷ്യം പറയേണ്ടിടത്ത് സാക്ഷ്യം മൂടിവെച്ച്, സത്യം അവതരിപ്പിക്കേണ്ടിടത്ത് ആ സത്യത്തെ പൂഴ്ത്തിവെച്ച് കഴിഞ്ഞിരുന്നവരാണ് അവർ. പക്ഷേ അവരിൽ ലഅനത്തില്ല. അതാണ് ഇവിടെ ഈ തുടർച്ചയിൽ പറയുന്നത്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു ഫഉലൈക അതൂബു അലൈഹിം വഅന തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിലെ 160 വചനം. ഇല്ലല്ലദീന താബു, തൗബ ചെയ്തവർ ഒഴികെ. ഇവിടെ ഇല്ല അൽ ഇസ്തിസ്ന അൽ മുത്തസിൽ എന്ന് പറയും. വേദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയ, പ്രകടമാക്കിയ കാര്യങ്ങൾ പൂഴ്ത്തിവെച്ച ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിഭാഗത്തെ ഒഴിവാക്കി പറയുകയാണ്. അവർ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു എന്ന വചനത്തിൽ പറയപ്പെട്ടവരാണ്. തൗബ ചെയ്യുകയും ഇസ്ലാഹ് നടത്തുകയും തബീൻ വ്യക്തത വരുത്തുകയും ചെയ്തവർ ഒഴികെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്ത് നിർവഹിക്കുന്നവരിൽ നിന്നുള്ള ലഅനത്തോ അവരുടെ നേരെ ഉണ്ടാവുകയില്ല എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. പ്രത്യുത ഈ വിഭാഗം ആളുകൾക്ക് തൗബ ചെയ്യാനുള്ള തുറവിയും ഉദവിയും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അവരുടെ തൗബ അള്ളാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുകയും ചെയ്യും. അതാണ് ഫഉലൈക അതൂബു അലൈഹിം എന്നിടത്ത് ഉദ്ദേശം. പാപം എത്ര കടുത്തതായാലും, തെറ്റുകുറ്റങ്ങൾ എത്ര കനത്തിലായാലും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ നേരെ തൻ്റെ കാരുണ്യ കവാടം കൊട്ടിയടക്കുകയില്ല. ഏതൊരു പാപിക്കും നാഥനിൽ പ്രതീക്ഷ പുലർത്തുവാനുള്ള വചനങ്ങളാണ് അവനിൽ നിന്ന് അവതീർണമായിട്ടുള്ളത്. എത്ര കടുത്ത അപരാധമാണ് ഇക്കൂട്ടർ ചെയ്തത്, ഈ സ്വഭാവമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ലഅനത്തും മുഴുപടപ്പുകളിൽ നിന്നുള്ള ലഅനത്തും എന്ന് പറഞ്ഞാൽ കുറ്റം എത്ര കടുത്തതാണ്. പക്ഷേ എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലല്ലദീന താബു എന്നാണ് തുടർന്ന് പറയുന്നത്. പ്രതീക്ഷയുടെ കവാടം പാപികൾക്ക് മുമ്പിൽ തുറന്നു വെക്കുകയാണ്. അത് ഇവിടെ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല. സൂറത്തുൽ മാഇദയിലെ 74 വചനം, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു വല്ലാഹു ഗഫൂറുർ റഹീം. അവർ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലേ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണ് എന്നിരിക്കെ ഈ ആശയമുള്ള വചനം ഇറങ്ങുന്നത് ആരുടെ വിഷയത്തിലാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ദഅല്ലാഹു ഇലാ മഗ്ഫിറതിഹി മൻ സഅമ അന്ന ഉസൈറൻ ഇബ്നുല്ലാഹ്. ഉസൈർ, യസ്രാ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ സന്തതിയാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത്. വമൻ സഅമ അന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ഫഖീറാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത്. വമൻ സഅമ അന്ന യദല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കരം ലുബ്ധതയാൽ പൂട്ടിവെച്ചിരിക്കുകയാണെന്ന് ജൽപ്പിച്ചവർ, അവരെയാണ് പാപമോചനത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുന്നത്. വമൻ സഅമ അന്നല്ലാഹ സാലിസു സലാസ, അള്ളാഹു സുബ്ഹാനഹു വതആല പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഈ മൂവരിൽ മൂന്നാമനാണെന്ന് ജൽപ്പിച്ചവരെയാണ് അള്ളാഹു തൻ്റെ പാപമോചനത്തിലേക്ക് ക്ഷണിക്കുന്നത്. യഖൂലു ലിഹൗലാഇ ജമീഅൻ, ഇക്കൂട്ടരോടെല്ലാവരോടുമായിട്ട് അള്ളാഹു പറയുന്നു, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു, അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നില്ലേ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നില്ലേ എന്ന്. ഇങ്ങനെയുള്ളവനാണ് നമ്മുടെ നാഥൻ അള്ളാഹു സുബ്ഹാനഹു വതആല. പാപികളെ പശ്ചാത്തപിക്കുവാൻ, തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടവരെ പൊറുക്കലിനെ തേടുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷണിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, അതിലേക്ക് ബോധനം നൽകുകയും ചെയ്യുന്നു. ഇവിടെ അതാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയം. ഇവിടെ തൗബ കടുത്ത ഒരു തെറ്റിൽ നിന്നുള്ള മടക്ക വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയത്
ജനങ്ങളുടെ മുമ്പിൽ പൂഴ്ത്തുകയും തമസ്കരിക്കുകയും ചെയ്ത് ജനങ്ങളെ തെറ്റുകളിൽ വിഹരിക്കാൻ, തെറ്റിദ്ധാരണയിൽ ഉഴലാൻ വിട്ട കുറ്റമാണിത്. അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ നിന്നുള്ള തൗബ വൈയക്തികമായി സ്വകാര്യതയിൽ ചെയ്ത തെറ്റിൽ നിന്നുള്ള തൗബ പോലെയല്ല. കേവലം തുബ്തു ഇലല്ലാ, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു, അസ്തഗ്ഫിറുല്ലാ, ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നു എന്ന പശ്ചാത്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും തേട്ടം ഇവിടെ മതിയാകില്ല. ഇവിടെ തെറ്റ് മറ്റുള്ളവരിലേക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാകും വിധം, മറ്റുള്ളവരെ ദോഷമായി ബാധിക്കും വിധം ഉള്ള തെറ്റാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ആളുകൾ വീഴ്ചയിൽ അകപ്പെട്ടിട്ടുണ്ട്. വേദപുരോഹിതന്മാർ വേദത്തിൽ വന്ന യാഥാർത്ഥ്യങ്ങളെയാണ് ആളുകളുടെ മുമ്പിൽ പൂഴ്ത്തുകയുണ്ടായത്. അതുകൊണ്ട് ആളുകൾ ഈ പുരോഹിതന്മാർ കാരണത്താൽ തെറ്റിദ്ധരിച്ചു, അവിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലയും അതൂബു ഇലല്ലാഹ് എന്ന വചനവുമൊക്കെ ഘോഷിക്കുന്നതോടൊപ്പം ഇസ്ലാഹും തബീനും ഉണ്ടാകണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തൗബ ചെയ്യുമ്പോൾ ഖേദമുണ്ടാകണം വന്നുപോയ തെറ്റിൽ. ഇനി തെറ്റിലേക്കില്ല എന്ന നിശ്ചയമായ തീരുമാനമുണ്ടാകണം. തൗബക്ക് പറയപ്പെട്ട സമയത്തായിരിക്കണം തൗബയുണ്ടാകേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തങ്ങൾ കേടുവരുത്തിയത് നന്നാക്കണം, തങ്ങൾ മറച്ചു വെച്ചത് വ്യക്തമാക്കി കൊടുക്കുകയും വേണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലല്ലദീന താബൂ എന്ന് പറഞ്ഞതിന് ശേഷം വഅസ്ലഹു വബയ്യനു എന്ന് തുടർത്തിയത്. വഅസ്ലഹു, തൗബ ചെയ്യുന്നതോടൊപ്പം അവർ നന്നാക്കണം. എന്താണ് അവർ നന്നാക്കേണ്ടത്? മാ അഫ്സദു, അവർ കേടാക്കിയതെന്തോ അത്. അതേപോലെ വഅസ്ലഹു മാ അമിലു, അവർ ചെയ്തതെന്തോ അതും. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഇല്ലല്ലദീന താബൂ വഅസ്ലഹു, ഇവിടെ അവർ നന്നാക്കേണ്ടത് അമാലഹും, അവരുടെ കർമ്മങ്ങളാണ്. ഇന്നലകളിൽ അവരുടെ കർമ്മങ്ങൾ കെട്ടതായിരുന്നു. പക്ഷേ ഇന്നു മുതൽ ഇനി അവരുടെ കർമ്മങ്ങളെ നന്നാക്കണം. അത് മനസ്സ വാച കർമ്മണ, എല്ലാ കർമ്മങ്ങളും, മനസ്സിൻ്റെ കർമ്മങ്ങൾ, നാവിൻ്റെ മൊഴികൾ, അതേപോലെ അവരുടെ ഉപരിപ്ലവമായ ചെയ്തികളെല്ലാം അവർ നന്നാക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരുടെ തൗബ സത്യസന്ധവും സാക്ഷാത്കൃതവുമാവുക എന്നുള്ളതാണ്. വബയ്യനു, അവർ വ്യക്തമാക്കുകയും ചെയ്യണം. എന്താണ് അവർ വ്യക്തമാക്കേണ്ടത്? അവർ വ്യക്തമാക്കേണ്ടത് അവർ മൂടിവെച്ചതും പൂഴ്ത്തിവെച്ചതുമാണ്. അതവരുടെ അറിവാണ്, ബോധമാണ്, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഉള്ളറിവുമാണ്. ആളുകൾക്കിടയിൽ ഫസാദുണ്ടാക്കി തെറ്റുകുറ്റങ്ങളിൽ വിഹരിച്ചവരോടെല്ലാം തൗബ ചെയ്യാൻ പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയമാണ്, ഒരു രീതിയാണ് തൗബയും തൗബയെ തുടർന്നുള്ള ഇസ്ലാഹും. അപവാദ പ്രചരണത്തിൻ്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയവേ സൂറത്തു നൂറിൻ്റെ 5-ാം വചനത്തിൽ പറഞ്ഞില്ലേ, ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വ അസ്ലഹു. ഇവിടെ തൗബയിലേക്ക് അല്ലാഹു ഇസ്ലാഹിനെ ചേർത്തു. കാരണം ഇവിടെ തെറ്റ് വ്യക്തിപരമായി പാപിയിൽ പരിമിതപ്പെടുന്ന വിഷയമല്ല. തെറ്റിൻ്റെ ആഘാതവും ദുസ്വാധീനവും അത് മറ്റുള്ളവരിലേക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യണം, താൻ ഫസാദ് ഉണ്ടാക്കിയത് നന്നാക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വ അസ്ലഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായത്. ഇതുപോലെ സൂറത്തുൽ മാഇദയിലെ 39-ൽ ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി വ അസ്ലഹ് ഫഇന്നല്ലാഹ യതൂബു അലൈഹി എന്ന് പറഞ്ഞു. മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, അവരുടെ കൈകൊത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഫമൻ താബ മിൻ ബഅദി ദുൽമിഹി, തൻ്റെ ദുൽമിനപ്പുറം തൗബ ചെയ്യുന്നവൻ, വ അസ്ലഹ, അവൻ ഫസാദാക്കിയത് നന്നാക്കുകയും വേണം. അപ്പോഴാണ് ഫഇന്നല്ലാഹ യതൂബു അലൈഹി. ഇതേപോലെ സൂറത്തു നിസാഇൻ്റെ 146-ൽ ഇല്ലല്ലദീന താബു വ അസ്ലഹു വഅതസമു ബില്ലാഹ് എന്ന് പറഞ്ഞു. കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ട അവരുടെ ഫിത്നകൾ, അവരുടെ അപകടങ്ങളൊക്കെ ഉണർത്തവേണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഒരു വിഷയം. ഇല്ലല്ലദീന താബു വ അസ്ലഹു, തൗബ ചെയ്യണം, വ അസ്ലഹു, തങ്ങൾ കേടാക്കിയത് നന്നാക്കുകയും വേണം, തങ്ങളുടെ കർമ്മങ്ങളും നന്നാക്കണം. അപ്പോൾ ഇവിടെ ചില തെറ്റുകൾക്ക് തൗബ ചെയ്യുമ്പോൾ സാധാരണ തൗബ ചെയ്യുവാനുള്ള നിബന്ധനകളിൽ ഖേദപ്രകടനം, തെറ്റിലേക്ക് ഇനി ഞാനില്ലെന്നുള്ള ഉറച്ച തീരുമാനം, തൗബക്ക് പറയപ്പെട്ട സമയത്തിൽ തൗബ ചെയ്യൽ, ഇതൊക്കെയാണ് പറയപ്പെടാറ്. പക്ഷേ തെറ്റ് മറ്റുള്ളവരിലേക്ക് വിട്ടുകടന്ന അതിൻ്റെ ദുസ്വാധീനം മറ്റുള്ളവരിലേക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥയാണ് എങ്കിൽ അവിടെ തൗബയും വേണം, തൗബയെ തുടർന്ന് ഇസ്ലാഹും വേണം. ഇതാണ് നമുക്ക് ഈ ശൈലികളിൽ നിന്ന് പഠിക്കുവാനുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തി ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷം മുർത്തദ്ദായി, ദീൻ ഒഴിവാക്കി. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ.
എന്നിട്ട് അയാൾ മുശ്രിക്കുകളോട് ചെന്നു ചേർന്നു. സുമ്മർത്തദ്ദ വലാഹിഖ ബിൽ മുശ്രിക്കീൻ എന്നാണ്. പക്ഷേ സുമ്മ തനദ്ദം, ഇതിനൊഴിവാക്കിയ ഈ വ്യക്തിക്ക് പിന്നീട് ഖേദമുണ്ടായി. അങ്ങനെ ഫാർസല ഇലാ ഖൗമിഹി, അയാൾ തൻ്റെ ഗോത്രത്തിലേക്ക് ആളെ അയച്ചു. എന്തിന്? സലൂലി റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹല്ലി മിൻ തൗബത്തിൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എനിക്ക് വേണ്ടി ആവശ്യപ്പെടണം, എനിക്ക് ഇനി തൗബക്ക് അവസരമുണ്ടോ എന്ന്. ഫജാഅ ഖൗമുഹു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ആളുകൾ തിരുദൂതരുടെ അടുക്കലേക്ക് വന്നു. ഫഖാലു, അവർ ചോദിച്ചു, ഇന്ന ഫുലാനൻ ഖദ് നദിം, ഇന്ന വ്യക്തി ഇസ്ലാം ഉപേക്ഷിച്ച് മുശ്രിക്കുകളോട് ചെന്ന് ചേർന്നവൻ അയാൾ ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു. വ ഇന്നഹു അമറനാ നസ്അലക ഹൽ ലഹു മിൻ തൗബത്തിൻ, അയാൾക്ക് തൗബക്ക് അവസരമുണ്ടോ എന്ന് താങ്കളോട് ചോദിക്കുവാൻ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ ചോദ്യത്തിന് പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നല്ല ഉണ്ടായത്, പിന്നെയോ വാനങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹുവിൽ നിന്നാണ് ഉണ്ടായത്. ഫനസലത്ത്, അപ്പോഴാണ് ഈ താഴെ വരുന്ന വചനങ്ങൾ അവതരിക്കുകയുണ്ടായത് എന്നാണ്. ഏതാണ് വചനം? കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം വശഹിദു അന്ന റസൂല ഹഖ് വജാഅഹുമുൽ ബയ്യിനാതു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ഖാലിദീന ഫീഹാ ലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്ത് ആലി ഇംറാനിൽ അവതീർണമായ വചനങ്ങളാണിവ. ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസികളായി മാറിയ ഒരു വിഭാഗം ആളുകളെക്കുറിച്ചാണ്. അത്തരം ആളുകൾക്കുള്ള ശിക്ഷ എന്തെന്നും അവരുടെ കുറ്റം എന്തെന്നും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം ഇല്ലല്ലദീന താബു മിൻ ബഅദി ദാലിക വഅസ്ലഹു, അതിനപ്പുറം തൗബ ചെയ്തവർ ഒഴികെ, വഅസ്ലഹു നന്നാക്കുകയും ചെയ്തവർ ഒഴികെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ തൗബ പ്രഖ്യാപിച്ച ഈ വ്യക്തി തൻ്റെ ഖേദപ്രകടനം അത് പരസ്യമാക്കി, തൻ്റെ വീഴ്ചയെ തുറന്നു പറഞ്ഞു. അയാളുടെ മതപരിത്യാഗം കാരണത്താൽ അയാൾ ഉണ്ടാക്കിയ ഫസാദ് സ്വകാര്യതയിൽ തൗബ ചെയ്തല്ല അദ്ദേഹം പരിഹരിച്ചത്. പ്രത്യുത ഖേദപ്രകടനം നടത്തി, സ്വകാര്യമാക്കി. പക്ഷേ അത് തുറന്ന് തൻ്റെ നാട്ടുകാരോട് പറയുകയും അവർ തുറന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വിഷയത്തിൽ ചോദ്യമുന്നയിക്കുകയും ചെയ്തു. അള്ളാഹു അവൻ്റെ വചനങ്ങളെ എല്ലാവരും പാരായണം ചെയ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും ഉണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഫബഅസ ബിഹാ ഖൗമുഹു, ഈ വചനങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ വചനങ്ങൾ ആ തൗബ ചെയ്ത വ്യക്തിയുടെ ജനത അയാളിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഫറജഅ തായിബൻ, അയാൾ തൗബ ചെയ്ത് തിരുസവിധത്തിലേക്ക് മടങ്ങി വന്നു. ഫഖബില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാലിക മിൻഹു, അയാളുടെ ആ തൗബ അദ്ദേഹത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. വഖല്ല അൻഹു, അദ്ദേഹത്തെ വെറുതെ വിടുകയുമുണ്ടായി എന്നാണ് ഈ സംഭവത്തിലുള്ളത്. ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിലുമൊക്കെ ഉദ്ധരിച്ച ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ ചില തെറ്റുകൾക്ക് സ്വകാര്യതയിലുള്ള ഖേദപ്രകടനം മാത്രം മതിയാകില്ല, അതിൽ പരസ്യ പ്രസ്താവനയും തുറന്നു പറച്ചിലും അതുണ്ടാകേണ്ടതുണ്ട്. കേടാക്കിയത് നന്നാക്കേണ്ടതുണ്ട്, തൻ്റെ ചെയ്തികളെയും നന്നാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കുവാനുള്ളത്. ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു, അവർ വ്യക്തമാക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് വ്യക്തമാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. അതിനെയാണ് വ്യക്തമാക്കേണ്ടവർ പൂഴ്ത്തുകയുണ്ടായത്, തങ്ങളുടെ അറിവുകളെ, തങ്ങളുടെ സാക്ഷ്യങ്ങളെ. അതുകൊണ്ട് തന്നെ അറിവ് പൂഴ്ത്തിയത് തൗബ ചെയ്യുമ്പോൾ അതിൽ ബയാൻ വരുത്തണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വ്യക്തമാകും വിധം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പൊരുളുകളുമൊക്കെ ആളുകളോട് പറയണം എന്നുള്ളതാണ്. തങ്ങളുടേത് തെറ്റാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത് പശ്ചാത്താപത്തിൻ്റെ, മനസ്താപത്തിൻ്റെ തേട്ടമാണ്. ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുമ്പോൾ തങ്ങൾക്ക് വന്നുപോയ ഒരു തെറ്റിനെ അത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ് ആ തെറ്റിനാൽ വ്യതിചലിച്ചവരെ തിരുത്തുക എന്നുള്ളത് തൗബയുടെ ഭാഗമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചേർത്തു പറച്ചിൽ നമ്മളോട് പറയുന്നത്. വഅസ്ലഹു വബയ്യനു, ഈ വചനം അവതീർണമാകാനുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ പഠിച്ചു പോയതാണ്. വേദപുരോഹിതന്മാർ തങ്ങൾ സാക്ഷ്യം പറയേണ്ട, തങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു വിഷയം മൂടുകയും തമസ്കരിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് വലിയ വീഴ്ചയാണ്, തെറ്റാണ് സംഭവിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച
അതിലവർ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ തെറ്റിൽ അവർ പരസ്യ പ്രസ്താവന നടത്തേണ്ടതുണ്ട്. കാരണം പലരും അതിനാൽ തെറ്റിലകപ്പെട്ടിട്ടുണ്ട്, വീഴ്ചയിൽ വീണുപോയിട്ടുണ്ട്. അതിനാലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വബയ്യനു എന്ന് പറഞ്ഞത്. അത് ആ പുരോഹിതന്മാരിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു വിഷയമല്ല. തങ്ങളുടെ വീഴ്ചകൾ കാരണത്താൽ ആളുകൾ തെറ്റിലകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്യുന്നവർ തങ്ങളുടേത് വീഴ്ചയായിരുന്നു എന്ന് ആളുകളോട് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ചില ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട് ഇൻഷാ അള്ളാഹ്. പക്ഷെ ഒരു വീഴ്ച വന്നാൽ അത് തൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുന്നതിൽ ആ വീഴ്ചയുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തുറന്നു പറച്ചിൽ ഒരിക്കലും ഒരു കുറച്ചിലല്ല, അതൊരു പോരായ്മയുമല്ല. മാലോകർക്ക് സകലത്തിലും മാതൃക മാനവരിൽ മഹോന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിലും മാതൃകയാണ്. ദീനി വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വീഴ്ച വരില്ല. ദുന്യവിയായ ഭൗതികമായ വിഷയങ്ങളിലും മതവിധികൾ ബാധകമാകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വീഴ്ചയുണ്ടാകില്ല. എന്നാൽ കേവലം ഭൗതികമായ ചില വിഷയങ്ങളിലെ ഗവേഷണ പിഴവുകൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു തിരുദൂതരോടൊപ്പം നടന്നു പോകവേ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഈത്തപ്പന മുകളിൽ കയറിയിരിക്കുന്നത് കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, മാ യസ്നഉ ഹൗലായി, ഇക്കൂട്ടർ എന്താണ് ചെയ്യുന്നത് ഈത്തപ്പന മുകളിൽ? അപ്പോൾ അവർ പറഞ്ഞു, യുലഖിഹൂന നഖൽ യജഅലൂന അസ്സകറ ഫിൽ ഉൻസ ഫയൽഖഹ്, അവർ ഈത്തപ്പനയെ പരാഗണം നടത്തുകയാണ്, ആൺപരാഗിയെ പെൺപരാഗിയിൽ ചേർക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ പരാഗണം നടക്കും. ഫയൽഖഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അദുന്നു ദാലിക യുഗ്നി ഷൈഅൻ, ഇങ്ങനെ പരാഗണം നടത്തുന്നത് ഏതെങ്കിലും നിലക്ക് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില നിവേദനങ്ങളിൽ ഫലൗ തറക്കൂഹ് ഫലം യുലഖിഹൂഹു ലസലുഹ്, ഈ പരാഗണം നടത്തുന്നത് അവർ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ കാരക്ക വിളയുന്നത് നല്ല നിലയിലാവും. തൽഹ പറയുകയാണ്, ഫ ഉഖ്ബിറു ബിദാലിക്, ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വീക്ഷണം പറയപ്പെട്ടു. ഫ തറക്കൂഹു, അവർ പരാഗണം നടത്തുന്നത് ഒഴിവാക്കി. ഫലം യുലഖിഹൂഹു, പരാഗണം നടത്തിയില്ല. ആമഇദിൻ, ആ വർഷം. എന്താ സംഭവിച്ചത്? ഫഖറജ ഷീസൻ എന്നാണ്. ആ വർഷത്തെ വിളയെടുപ്പ് സമയം ഷീസാണ് വിളയായി ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചത്ത കാരക്ക, നെല്ലിൽ പതിരെന്ന് പറയുന്നത് പോലെ കുറേ പതിരുകളാണ് വിളഞ്ഞത്. ഫമറ ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൂടെ വീണ്ടും നടന്നു പോവുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചു, മാലി നഖലിക്കും, നിങ്ങളുടെ കാരക്ക മരങ്ങൾക്ക് ഈത്തപ്പനകൾക്ക് എന്ത് സംഭവിച്ചു? ആളുകൾ പറഞ്ഞു, തറക്നാഹു ലിമാ ഖുൽത്, താങ്കളുടെ പറച്ചിൽ പരിഗണിച്ച് ഞങ്ങൾ പരാഗണം നടത്താതെ ഈത്തപ്പനയെ വിട്ടേച്ചു, അതിനാലാണ് ഇത് സംഭവിച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമ അന ബശറുൻ, തീർച്ചയായും ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. ഫഇദാ കാന ശൈഉം മിൻ അംരി ദുനിയാക്കും, നിങ്ങളുടെ ദുന്യവിയായ കാര്യങ്ങളിൽ വല്ലതിലുമാണ് എങ്കിൽ ഫഅൻതും അലമു ബിഹ്, നിങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ. വഇൻ കാന മിൻ ഉമൂരി ദീനിക്കും, നിങ്ങളുടെ ദീനി കാര്യങ്ങളിൽപ്പെട്ടതാണ് എങ്കിൽ ഫ ഇലയ്യ, അതിൽ എന്നിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ മടങ്ങേണ്ടത്, എൻ്റെ തീരുമാനവും വിധിയുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം പറയുകയുണ്ടായി. ചില നിവേദനങ്ങളിൽ ഇന്നമാ ഹുവ അബ്ബൻ ഇൻ കാന യുഗ്നി ഷൈഅൻ ഫസ്നഉഹു ഫഇന്നമാ അന ബശറും മിസ്ലുക്കും, ഇന്നമാ ഹുവ അബ്ബൻ, ഞാനൊരു ധാരണ പറയുക മാത്രമാണ് ചെയ്തത്, പരാഗണം നടത്തുന്നത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഫഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞ തിരുദൂതർ തുടർത്തി, വഇന്ന അബ്ബന്ന യുഖ്തിഉ വയുസീബ്, ധാരണയിൽ തെറ്റ് ഭവിച്ചേക്കാം, ശരിയും ഭവിച്ചേക്കാം. വലാകിൻ മാ ഖുൽതു ലക്കും ഖാല അല്ലാഹ്, എന്നാൽ ഞാൻ അള്ളാഹു പറഞ്ഞു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫലൻ അക്ദിബ അലല്ലാഹ്, അള്ളാഹുവെക്കുറിച്ച് ഞാൻ ഒരിക്കലും സത്യത്തിന് നിരക്കാത്തത് പറയുകയില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി എന്നാണ് ഇമാം ഇബ്നു മാജയുടെ നിവേദനത്തിൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അളവിൽ നമ്മളൊരു മാതൃക മനസ്സിലാക്കുകയാണ്. കേവല ഭൗതികമായ ഒരു വിഷയത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ച ഒരു ധാരണ, ആ വിഷയത്തിൽ തിരുദൂതരുടെ വീക്ഷണം ശരിയോടടുത്തതായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നു പറഞ്ഞു. നോക്കൂ നിങ്ങൾ, ശരി ആളുകളെ അറിയിച്ചതും ആ ശരി നിങ്ങൾ ചെയ്യണമെന്ന് അനുശാസിക്കുകയും ചെയ്തത് നോക്കൂ നിങ്ങൾ. ഇതായിരിക്കണം നമുക്കുള്ള മാതൃക. വീഴ്ച വന്നാൽ ആ വീഴ്ച മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ തിരുത്തുമ്പോൾ വീഴ്ചയെ വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന സ്വഭാവം. നമ്മളൊക്കെ പലപ്പോഴും ദീനീ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വീഴ്ചകൾ വരുന്നവരാണ്, തെറ്റ് പറയുന്നവരാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ അങ്ങനെ ഒരു വീഴ്ച
ഉണ്ടാവുകയില്ല. തെറ്റ് ദീനിൽ അവിടുന്ന് വിധിക്കുകയോ പറയുകയോ ചെയ്യുകയില്ല. നമ്മളൊക്കെ എത്ര ഗൗരവത്തിൽ കാണണം, എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മളുടെ തെറ്റുകളെ, നമ്മുടെ വീഴ്ചകളെ. അതുകൊണ്ട് തന്നെ തുറന്നു പറയുന്നതിൽ, വ്യക്തമാക്കി കൊടുക്കുന്നതിൽ ഒരു കുറവും ഒരു ലജ്ജയും നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി അദ്ദേഹത്തിൻ്റെ അഹ്കാമുൽ ഖുർആൻ എന്ന മഹൽ ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഇബ്നു ഖാസിമുൽ ഉസ്മാനി എന്നവർ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞത് ഉദ്ധരിക്കുന്നുണ്ട്. ഈജിപ്തിലെ ഫുസ്താത്തിൽ അബുൽ ഫضൽ അൽ ജൗഹരിയുടെ വിജ്ഞാന സദസ്സിൽ ഈ മുഹമ്മദ് ബിൻ ഖാസിമുൽ ഉസ്മാനി പങ്കെടുത്ത അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. അബുൽ ഫضലുൽ ജൗഹരിയുടെ വിജ്ഞാന സദസ്സ് മസ്ജിദിൽ അതിഗംഭീരമായിരുന്നു. ജനബാഹുല്യം അതിൻ്റെ പ്രത്യേകതയായിരുന്നു. അങ്ങനെയുള്ള സദസ്സിൽ നവാഗതനായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനി. പണ്ഡിതൻ അബുൽ ഫضൽ അൽ ജൗഹരി തൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തല്ലഖ വബാഹറ വആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചൊല്ലിയിട്ടുണ്ട്, ബിഹാർ നടത്തിയിട്ടുണ്ട്, ഈലാവും നടത്തിയിട്ടുണ്ട്. തലാഖ് ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ വിവാഹമോചനം നടത്തുക. ബിഹാർ നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ തനിക്ക് എന്നേക്കുമായി വിവാഹബന്ധം നിഷിദ്ധമായ ഒരാളോട് ഉപമിച്ച് അവർ എനിക്കത്ര നിഷിദ്ധമാണ്, അത്ര നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക. ഈലാവ് നടത്തുക എന്ന് പറഞ്ഞാൽ ഭാര്യയെ പ്രാപിക്കില്ലെന്ന് സത്യം ചെയ്യുക. ഇത് മൂന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് അബുൽ ഫضൽ അൽ ജൗഹരി തൻ്റെ ക്ലാസ്സിൽ പറഞ്ഞത്. മുഹമ്മദ് ബിൻ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി ഇത് കേട്ട് പിന്നെ ആ സദസ്സ് പിരിഞ്ഞ് അബുൽ ഫضലിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ തുടർന്ന് പോയി എന്നാണ്. അബുൽ ഫضലിൻ്റെ കൂടെ ക്ലാസ്സിൽ പിരിഞ്ഞ് ആളുകൾ വീട്ടിലേക്കും ഉണ്ടായിരുന്നു. ആളുകളൊക്കെ പിരിഞ്ഞു പോയി. അദ്ദേഹത്തെ തനിച്ച് കിട്ടാൻ മുഹമ്മദ് ബിൻ ഖാസിം അൽ ഉസ്മാനി ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് കണ്ടപ്പോൾ അബുൽ ഫضൽ പറഞ്ഞു, അറാക ഗരീബൻ ഹല്ലക മിൻ കലാമിൻ. താങ്കൾ ഒരു അപരിചിതനാണ്, വല്ലതും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അബുൽ ഫضൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു അദ്ദേഹത്തിന് സംസാരിക്കുവാൻ അവസരം നൽകാൻ. അങ്ങനെ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയി. ഞാൻ അബുൽ ഫضലിനോടൊപ്പം തനിച്ചായി. മുഹമ്മദ് ഇബ്നു ഖാസിം പണ്ഡിതനായ അബുൽ ഫضലിനോട് പറയുകയാണ്, ഹദർത്തുൽ മജ്ലിസ് അൽ യൗം മുതബർരികൻ ബിക്. താങ്കളിൽ നിന്ന് അനുഗ്രഹം നേടാൻ താങ്കളുടെ വിജ്ഞാന സദസ്സിൽ ഞാൻ സന്നിഹിതനായി. വസമിഅതുക തഖൂൽ, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസദഖ്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈലാഹ് നടത്തിയിട്ടുണ്ട്, താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. വതല്ലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസദഖ്ത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാഖ് ചൊല്ലിയിട്ടുണ്ട്, അതും താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. വഖുൽത്, താങ്കൾ പറഞ്ഞു വബാഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാർ നടത്തിയിട്ടുണ്ട്. വഹാദ ലം യകുൻ, അത് ഉണ്ടായിട്ടില്ല. വല യസിഹു അൻ യകൂൻ, അത് ഉണ്ടാവുക എന്നത് ശരിയുമല്ല. ലിഅന്ന ബിഹാറ മുൻകറും മിനൽ ഖൗലി വസൂർ, കാരണം ബിഹാർ അത് മുൻകറാണ്, സൂറാണ്, തിന്മയാണ്, കൊടിയ വ്യാജമാണ്. വദാലിക ലാ യജൂസു അൻ യഖാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഭവിക്കുക എന്നത് അനുവദനീയമല്ല, സംഭവ്യമല്ല. എന്താ ചരിത്രം പറയുന്നത്? അബുൽ ഫضൽ അൽ ജൗഹരി എന്ന ആലിം പണ്ഡിതൻ ഇത് പറഞ്ഞുകൊടുത്ത മുഹമ്മദ് ബിൻ ഖാസിമിനെ ഫضമ്മനി ഇലാ നഫ്സിഹി, തൻ്റെ ശരീരത്തിലേക്ക് കൂട്ടിപ്പിടിച്ച് വഖബ്ബല റഅസി എന്നാണ്, എൻ്റെ തലയിൽ ഉമ്മ വെച്ചു. എന്നിട്ട് വഖാലലി, എന്നോട് പറഞ്ഞു, അന തായിബും മിൻ ദാലിക്, ആ പറഞ്ഞതിൽ നിന്ന് ഞാൻ തൗബ ചെയ്യുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിഹാർ നടത്തിയെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടാവാൻ പാടില്ലാത്ത, ഉണ്ടാവുകയില്ലാത്ത തെറ്റാണ്. അന തായിബു മിൻ ദാലിക്. എന്നിട്ട് ജസാക്കല്ലാഹു അന്നി മിൻ മുഅല്ലിമിൻ ഖൈറ, അള്ളാഹു എന്നെ തൊട്ട് താങ്കളാകുന്ന ഗുരുവര്യന് നന്മ പ്രതിഫലമേകട്ടെ എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അന്ന് ആ ദിവസം കഴിഞ്ഞു. മുഹമ്മദ് ബിൻ ഖാസിം പറയാണ്, ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു. പിറ്റേ ദിവസത്തെ അബുൽ ഫضലിൻ്റെ വിജ്ഞാന സദസ്സിലേക്ക് ഞാൻ കാലത്തെ ചെന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ എന്നെ മുൻകടന്ന് അബുൽ ഫضൽ ജൗഹരി മസ്ജിദിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം മസ്ജിദിൽ മിമ്പറിലിരിക്കുന്നു. അങ്ങനെ ഞാൻ മസ്ജിദിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ടു. ശബ്ദമുയർത്തി അദ്ദേഹം വിളിച്ചു, മർഹബൻ ബി മുഅല്ലിമി, എൻ്റെ മുഅല്ലിമിന് സ്വാഗതം. ആരെ മുഅല്ലിം? യഥാർത്ഥത്തിൽ അബുൽ ഫضൽ ജൗഹരിയാണ്, പക്ഷേ അദ്ദേഹം മുഅല്ലിമി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് മുഹമ്മദ് ബിൻ ഖാസിമിനെയാണ്. എൻ്റെ മുഅല്ലിമിന് സ്വാഗതം. അഫ്സിഹുലി മുഅല്ലിമി, എൻ്റെ മുഅല്ലിമിന്, ഉസ്താദിന് നിങ്ങൾ കടന്നു വരാനുള്ള അവസരം നൽകൂ, വിശാലത നൽകൂ. അദ്ദേഹം മിമ്പറിൽ വെച്ച് ഇത് പ്രഖ്യാപിച്ചപ്പോൾ മുഹമ്മദ് ബിൻ ഖാസിം പറയുകയാണ്, ഫതതാവലത് അൽ അനാഖു ഇലൈ, ആളുകളുടെയൊക്കെ കഴുത്തുകൾ എൻ്റെ നേരെ നീണ്ടു, എന്നെ എല്ലാവരും തല ഉയർത്തി നോക്കി എന്ന അർത്ഥത്തിൽ. വഹദ്ദഖത്തിൽ അബ്സാറു നഹ്വി,
എൻ്റെ നേരെ എല്ലാവരും ദൃഷ്ടികൾ തുറിച്ചു നോക്കി. ആ സംഭവത്തിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത്, എൻ്റെ മുഅല്ലിമിന് സ്വാഗതം, എൻ്റെ മുഅല്ലിമിന് നിങ്ങൾ വഴി നൽകൂ എന്നൊക്കെ അബുൽ ഫضൽ അൽ ജൗഹരി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് ആ പള്ളിയിൽ നിറഞ്ഞ ആൾക്കൂട്ടം. അവരെല്ലാവരും തബാദറന്നാസു ഇലയ്യ, എൻ്റെ അടുക്കലേക്ക് ധൃതിപ്പെട്ടു വന്നു. യർഫഊനനി അലൽ ഐദി, അവരുടെ കൈകളിൽ അവരെന്നെ ഉയർത്തി. വയതദാഫഊനി, അവരെന്നെ ഉന്തി കൊണ്ട്. ഹത്ത ബലഗത്തുൽ മിമ്പർ, ഞാൻ മിമ്പറിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് വരെ അവർ എന്നെ ഉയർത്തിക്കൊണ്ട് ചെന്നു. വ അനലി അദ്മിൽ ഹയാ ലാ ആരിഫു ഫി അയ്യി ബുഖഅത്തിൻ അന മിനൽ അർദ്, ലജ്ജ കാരണത്താൽ ഭൂമിയിൽ ഏതൊരു സ്ഥലത്താണ് ഞാനെന്ന് പോലും അറിയാത്ത അവസ്ഥയായി. വൽ ജാമിഉ ഗാസും ബി അഹ്ലിഹി, ആ പള്ളി നിറയെ ആളുകളാണ്. വ അസാലൽ ഹയാ ബദനി അറഖൻ, ലജ്ജ കാരണത്താൽ അത് എൻ്റെ മേനിയിൽ വിയർപ്പായി ഒലിച്ചിറങ്ങി എന്നാണ്. വ അഖ്ബല ഷെയ്ഖു അലൽ ഖൽഖ്, അബുൽ ഫضൽ ജൗഹരി എന്ന ഷെയ്ഖ് ആ പള്ളിയിൽ നിറഞ്ഞ ആൾക്കൂട്ടത്തിലേക്ക് മുന്നിട്ട് വന്നു. എന്നിട്ട് ഫഖാലവും, ഈ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, അന മുഅല്ലിമുക്കും, ഞാൻ നിങ്ങളുടെ മുഅല്ലിമാണ്. വഹാദ മുഅല്ലിമി, ഇദ്ദേഹം എൻ്റെ മുഅല്ലിമാണ്. ലമ്മ കാന ബിൽ അംസ്, ഇന്നലെ ഖുൽതു ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതല്ലഖ വബാഹർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹ് നടത്തി, തലാഖ് ചെയ്തു, ബിഹാർ ചെയ്തു എന്ന്. ഫമാ കാന അഹദും മിൻകും ഫഖഹ അന്നി വലാ റദ്ദ അലൈ, ഞാൻ ആ പറഞ്ഞത് നിങ്ങളിൽ ആരുമേ മനസ്സിലാക്കിയില്ല, എന്നോട് പ്രതികരിച്ചതുമില്ല. ഫത്തബഅനി ഇലാ മൻസിലി, എന്നാൽ ഈ മുഹമ്മദ് ബിൻ ഖാസിം എന്നവർ എൻ്റെ വീട്ടിലേക്ക് എന്നെ തുടർന്നു വന്നു. വഖാലലി ഖദാ വഖദ, എന്നിട്ട് എന്നോട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഇന്നലെ അബുൽ ഫضലിനോട് മുഹമ്മദ് ബിൻ ഖാസിം നടത്തിയ സംഭാഷണമൊക്കെ അവിടെ കേൾപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം, അതാണ് നമ്മുടെ വിഷയം. വ അന തായിബുൻ അൻ ഖൗലി ബിൽ അംസ്, ഇന്നലെ ഞാൻ പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. വറാജിഉൻ അൻഹു ഇലൽ ഹഖ്, സത്യത്തിലേക്ക് ഞാൻ മടങ്ങിയിരിക്കുന്നു. ഫമൻ സമിഅഹു മിമ്മൻ ഹദർ, ഇവിടെ ഹാജറുള്ളവർ ഇന്നലെ കേട്ടത്, ഫലാ യുഅവ്വിൽ അലൈഹി, അതിൽ ഒരിക്കലും അവലംബിക്കാൻ പാടുള്ളതല്ല. വമൻ ഗാബ, ഇന്നിവിടെ ഹാജറില്ലാത്തവർ, ഫൽയുബല്ലിഗ്ഹു മൻ ഹദർ, ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് ഈ ഒരു വിഷയം എത്തിക്കണം. എന്നിട്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്, ഫജസാഹുല്ലാഹു ഖൈറ, ഈ ഒരു തെറ്റിതിരുത്തി തന്ന മുഹമ്മദ് ബിൻ ഖാസിമിന് അള്ളാഹു പ്രതിഫലം മഹത്തരമാക്കട്ടെ. വജഅല യഹ്ഫുലു ഫി ദുആ, അദ്ദേഹം പറയുകയാണ്, അബുൽ ഫضൽ ജൗഹരി അദ്ദേഹത്തിന് വേണ്ടി ദുആ ധാരാളമാക്കി എന്നാണ്, ധാരാളം ദുആ ചെയ്തു. വൽ ഖൽഖു യുഅമ്മിനൂൻ, ആ പള്ളി നിറച്ചുള്ള ആളുകൾ അതിനൊക്കെ ആമീൻ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ്. ഇതിന് ചില അനുബന്ധങ്ങളൊക്കെ ഇമാം ഇബ്നുൽ അറബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഇത് ഉദ്ധരിച്ചത്, നോക്കൂ നിങ്ങൾ, ഒരു തെറ്റ് വന്നുപോയി, സംസാരത്തിൽ ഒരു പിഴവ് വന്നുപോയി. ആ പിഴവ് ഉണർത്തപ്പെട്ടപ്പോൾ അതിൽ നിന്ന് തൗബ ചെയ്തത്, ആ തൗബ ചെയ്യുന്നതോടൊപ്പം തൻ്റെ തെറ്റിനെ വ്യക്തമാക്കി ശരി അറിയിച്ചുകൊണ്ട് നിലപാടെടുത്തത്. തെറ്റ് കേട്ടവർ തിരുത്തണമെന്നും തൻ്റെ തൗബ അതിന് സാക്ഷിയില്ലാത്തവർ തെറ്റ് കേട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ ശരി നിലപാട് അവർക്ക് എത്തിക്കണമെന്നും പറയുകയുണ്ടായത്. ഇതാണ് നമുക്ക് ചരിത്രത്തിലെ സച്ചരിതരുടെ മഹൽ മാതൃക. ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു എന്നിടത്ത് ആ ഒരു ഭാഗം മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ ഒരു ചരിത്രത്തെ ഇവിടെ പ്രത്യേകം ഉണർത്തിയത്. ചില വീഴ്ചകൾ, അതിൽ നിന്ന് തൗബ ചെയ്യുമ്പോൾ വ്യക്തിപരമായി സ്വകാര്യമായി പശ്ചാത്താപവും മനസ്താപവും ഉണ്ടായാൽ പോരാ, ചില തുറന്നു പറച്ചിലുകളും തുറന്നടിക്കലുകളും അത്യന്താപേക്ഷിതമാണ്. ചരിത്രങ്ങൾ ആ വിഷയത്തിൽ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. പ്രത്യേകിച്ച് ചിലരുടെ പിഴവുകൾ ശിർക്കൻ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ബിദഈ ചിന്തകളുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗവും ഏതാനും ചരിത്രങ്ങളും തുടർന്ന് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Tune to reality.